നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഫ്ലാക്സ് സീഡ്സ് കൊണ്ട് നല്ല അടിപൊളിയൊരു ചമ്മന്തിപ്പൊടിയാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലൊരു മെഡിസിൻ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഫ്ലാക്സ് സീഡ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചട്ടി ഈ പാൻ ചൂടായി വന്ന സമയത്ത് ഞാനിതാ ഫ്ലാക്സ് സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ നല്ല രീതിയിൽ LDL വളരെ കൂടുതലായിരുന്നു. അപ്പം ഞാൻ ഈ ചമ്മന്തിപ്പൊടി കൊണ്ട് മാത്രമല്ല ചെറിയ രീതിയിൽ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ പിന്നെ നല്ലതുപോലെ കൺട്രോൾ ചെയ്തപ്പോൾ എനിക്ക് വളരെ കുറച്ച്, അതായത് പകുതിയായിട്ട് എൻ്റെ LDL കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തിപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മാറ്റം നമുക്കുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാ ഇവിടെ ഈ ഫ്ലാക്സ് സീഡ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മാത്രം നമ്മളത് ഫ്രൈ ആക്കി എടുത്താൽ മതി. പൊട്ടി വന്നതിന് ശേഷം 1 മിനിറ്റ് വെച്ചാൽ മതി. നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇതും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വയ്ക്കുക, ഒട്ടും ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട. നമ്മുടെ പാൻ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളും. ഇതായിപ്പോൾ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങ് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലാക്സ് സീഡ്സിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. ഇതിവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കടലപ്പരിപ്പ് ഫ്രൈ ആക്കിയതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ ചേർത്ത് വച്ചിരിക്കുന്ന പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെളുത്ത എള്ള് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സാക്കി വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ കറുത്ത എള്ള് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-12 ഉണക്കമുളക്, അത് നമുക്ക് ഈ ഞെട്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഞെട്ട് പൊട്ടിയിട്ട് കുരുവൊക്കെ ഇതിനകത്താകും. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഞെട്ട് മാറ്റി കൊടുത്താൽ മതി. ഫ്രൈ ആക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളകും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റാം. ഇനി വേണ്ടത് ഒരു 8-10 ഉണ്ട് വെളുത്തുള്ളി അല്ലി. ഇത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ഒരു 2-3 തുള്ളി മാത്രം നല്ലെണ്ണ ഞാൻ ഉദ്ദേശിക്കുന്നത് എള്ളെണ്ണയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും ഫ്രൈ ആയി വന്നു. അപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് കറിവേപ്പിലയുടെ അളവ് ഇനിയും വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില ആണെങ്കിൽ മാത്രം 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. ഒരുപാടത് അത്ര നല്ലതായിരിക്കില്ലല്ലോ പുറത്തുനിന്ന് കിട്ടുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മൾ നല്ലതുപോലെ ഫ്രൈ ആക്കി പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ ഏതിലും ആക്കിയിട്ട്, ഗ്ലാസ് ജാറാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. ഇനി ഇതെല്ലാം ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തു. ഇനി നമുക്കൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂൺ കായം. പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് ഈ ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് നല്ല ടേസ്റ്റിലും ഹെൽത്തിയുമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. താങ്ക്